ഡിഷ് വാഷർ പാത്രങ്ങൾ ക്ലീൻ ചെയ്ത് തരും. ഡിഷ് വാഷറിനെ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഇതിൻ്റെ ഫിൽറ്റർ നമുക്ക് ഊരിയെടുത്തിട്ട് അതിലടിഞ്ഞുകൂടിയിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ഒരു പഴയ ടൂത്ത് ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഫിൽറ്ററിൻ്റെ 3 പാർട്സും നമുക്ക് വേർതിരിച്ച് 3ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിങ്ങനെ നല്ല വൃത്തിയായിട്ട് തേച്ചൊരച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്പ്രേയിങ് ആംസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളിവിടെ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യണോണ്ട് സ്പ്രേയിങ് ആംസിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾസൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് അത് നമുക്ക് കുത്തിക്കളഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പാത്രങ്ങൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലും പുറത്തുമൊക്കെ സ്റ്റെയിൻസ് സ്പില്ലേജസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സൊല്യൂഷൻ, ഇപ്പോൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ് സൊല്യൂഷൻ അത് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അതോ എന്തെങ്കിലും ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഒരു ഡാം ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് 3 മാസത്തിലൊരിക്കൽ ഡീസ്കെയിലിംഗ് ആണ്. ഡീസ്കെയിലിങ്ങിനായിട്ട് നമുക്ക് ഡീസ്കെയിലിംഗ് സൊല്യൂഷൻ മേടിക്കാനായിട്ട് കിട്ടും. അത് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്ന ഏത് സൈക്കിളാണോ അത് നമ്മൾ റൺ ചെയ്തിട്ട് അതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. ബാക്കി പിന്നെയും റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് വാഷർ നല്ല വൃത്തിയായിട്ട് ക്ലീനായി കിട്ടും.